എനിക്കറിയില്ല, ചിലപ്പോൾ ഫാൻസുകാർക്ക് ഇഷ്ടപ്പെടും. ഇതിനേക്കാൾ കൂറെ പടം ഹിറ്റ് ആയിട്ടുണ്ടല്ലോ. വിജയ് ഫാനാണ്. സങ്കടം സഹിക്കാൻ അത് സത്യസന്ധമായി പറയണമല്ലോ, ഹൈപ്പിനുള്ളതില്ല. പക്ഷെ ഭയങ്കര ഡീഗ്രേഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കുറെ ആവശ്യമില്ലാത്ത ഫാൻസിനെ തൃപ്തിപ്പെടുത്താനുള്ള കുറെ സീൻസ് വെങ്കട് പ്രഭുവിന് പറഞ്ഞു കൊടുത്ത് പടം വൺ ടൈം വാച്ച്, അത്രേ ഉള്ളൂ. പങ്കാത്ത പ്രതീക്ഷിച്ചു, ഒരു പുല്ല് നടന്നില്ല. വെങ്കട് പ്രഭുവിന് പറഞ്ഞു കൊടുത്ത് പോരാ ബ്രോ, സീരിയസ് ആയിട്ട് പോരാ ബ്രോ. പടം കൊള്ളൂല. വിജയ് ഫാനാണ്. സങ്കടം സഹിക്കാൻ സൂപ്പർ പടം. കൊള്ളായിരുന്നു, നല്ല പടമായിരുന്നു, കുഴപ്പമില്ല. അവസാനത്തിൽ ഇതുണ്ടല്ലോ, പക്ഷേ പടം കൊള്ളാം. കൊള്ളായിരുന്നു, നല്ല പടം. സിനിമ കൊള്ളാം, എനിക്കിഷ്ടമായി. പടത്തിൻ്റെ സെക്കൻഡ് പാർട്ട് ലാഗ് ഫീൽ ചെയ്തു. ഫസ്റ്റ് ഹാഫ് കൊള്ളാം. പിന്നെ കുറേ സർപ്രൈസസ് ഉണ്ട്. വിജയുടെ റിയേജിങ് ഒക്കെ നല്ല രസമുണ്ട്. ഇഷ്ടമായി സിനിമ, നല്ലതാ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടില്ല, അപ്പോൾ പോറാ. അതൊരു ഇമ്പാക്റ്റ് ഇല്ലാത്തൊരു സ്ക്രീൻ പ്ലേ ആയിപ്പോയി. എന്താ വെങ്കട് പ്രഭു ഒന്നും ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. നമ്മൾ എന്തെങ്കിലും ഉണ്ടാവുന്ന പ്രതീക്ഷിച്ചു, പക്ഷേ ഭയങ്കര ക്ലീഷേ ക്രിഞ്ച് ലെവൽ ഹോളിവുഡ് ആക്ഷൻ മാസ് മൂവി, അത്രേ ഉള്ളൂ. പടം ആവറേജ് പടമാണ്, വലിയ കുഴപ്പമില്ല. ഒരു തവണ കാണാമെന്നുള്ളതുണ്ട്. പിന്നെ സ്റ്റോറി ലൈനും ഡയറക്ഷനും ഒരു 10 കൊല്ലം മുന്നേ ഉള്ള ഒരു കൺസെപ്റ്റിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് കണ്ടിട്ടുള്ള പല ട്വിസ്റ്റുകളൊക്കെ തന്നെയാണ് സ്റ്റോറിയിലുള്ളത്. മൊത്തത്തിൽ കുഴപ്പമില്ല. ഇൻട്രോൾ സീക്വൻസ് അടിപൊളിയാണ്, അത് ഒരു സൂപ്പർ സംഭവമാണ്. പിന്നെ ക്ലൈമാക്സ് അത്ര പോരാ. ക്ലൈമാക്സിൻ്റെ ഒരു സെക്കൻഡ് ക്ലൈമാക്സ് ഇട്ടിട്ടുണ്ട്, അത് അത്രത്തോളം എറിച്ചിട്ടില്ല. അത് അടുത്ത പാർട്ടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്ത പോലെ ഉണ്ട്. പക്ഷെ മൊത്തത്തിൽ കാണാം, വൺ ടൈം വാച്ചാണ്. ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈംസ് എന്നൊന്നും പറഞ്ഞു വന്ന് കാണണ്ട. ഹൈപ്പിനുള്ളതില്ല, അത് സത്യസന്ധമായി പറയണമല്ലോ, ഹൈപ്പിനുള്ളതില്ല. പക്ഷെ വന്ന് കാണാം. ഭയങ്കര ഡീഗ്രേഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഒരു തവണ കാണാനുള്ള ഇതുണ്ട്. അതുപോലെ മ്യൂസിക്കൊക്കെ നന്നായിട്ടുണ്ട്. ആർട്ട് ഡയറക്ഷൻ നന്നായിട്ടുണ്ട്. VFX സൂപ്പറാണ്. അതുപോലെ തന്നെ സ്റ്റണ്ട് കൊറിയോഗ്രാഫി ആയാലും ഡാൻസ് കൊറിയോഗ്രാഫി അതും മനോഹരമായി എടുത്തിട്ടുണ്ട്. ഡയറക്ഷൻ്റെ സ്റ്റോറി അവിടെയാണ് പാളിച്ച ഭയങ്കരമായിട്ടുള്ളത്. ഫസ്റ്റ് ഇൻ്റർവ്യൂ വരെ നല്ലതാണ്. പിന്നെ സെക്കൻഡ് ഹാഫ് ഭയങ്കരമായ ലാഗുണ്ട്. ക്ലൈമാക്സ് ആയിട്ട് ഭയങ്കര ലാഗാണ്. അതൊക്കെയാണ് ഒരു നെഗറ്റീവ് തോന്നുന്നത്. മൊത്തത്തിൽ വന്ന് കാണാം എന്നുള്ളതാണ്. വൺ ടൈം വാച്ച് നന്നായിട്ടുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. പറയത്തക്ക മൂന്ന് അവേഴ്സ് ഉണ്ടെങ്കിലും അതിൻ്റെ അകത്ത് ലാഗോ കാര്യങ്ങളൊന്നുമില്ല. BGM ഒക്കെ കൊള്ളാം. ഒരു അത്യാവശ്യം കംബാക്ക് എന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ അത്യാവശ്യം. പിന്നെ സ്പെഷ്യൽ അപ്രിയൻസ് ഒക്കെ പറയുന്നത് തന്നെ കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. കൊള്ളൂല ബ്രോ, ഒരു കാശിന് കൊള്ളൂല. നമ്മളിപ്പോൾ സ്ഥിരം എന്താ വിജയുടെ ഇനിയിപ്പോൾ 2 സിനിമയും കൂടിയല്ലേ ഉള്ളൂ. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് വന്നത്. പക്ഷേ ഒട്ടും ഒരു കാശിന് കൊള്ളൂല. നമ്മളിപ്പോൾ എങ്ങനെ ഏത് രീതിയിൽ നോക്കിയിരുന്നാലും ഫിലിം ഒട്ടും വർക്കാവില്ല. എനിക്കൊട്ടും വർക്കായില്ല. പിന്നെ അങ്ങനെ ഫാൻസുകാരിനിപ്പോൾ എനിക്കറിയില്ല, ചിലപ്പോൾ ഫാൻസുകാർക്ക് ഇഷ്ടപ്പെടും. ഇതിനേക്കാൾ കൂറെ പടം ഹിറ്റ് ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതും ചിലപ്പോൾ പറയാൻ പറ്റില്ല, അങ്ങനെ കയറി ഹിറ്റാകുമായിരിക്കും. പക്ഷേ ഒട്ടും പറ്റൂല, ഒരു കാശിനും കൊള്ളൂല. അല്ല ബ്രോ, ഇഷ്ടപ്പെട്ടില്ല. സ്ഥിരം ടെംപ്ലേറ്റ് ഐറ്റം തന്നെ, മീൻസ് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല, എല്ലാം സെയിം. മീൻസ് ആ തുപ്പാക്കി ഇട്ടുള്ള സാധനങ്ങൾ അതേപോലെ കോപ്പി അടിച്ച് വെച്ചിട്ടുണ്ടല്ല, പോരാ. പാട്ടൊക്കെ ഇവന്മാർ എവിടെ എങ്ങനെ എടുത്തിട്ടുണ്ടോന്നൊന്നും അറിഞ്ഞൂടെ ഇവന്മാർക്ക്. അത് പാട്ട് എടുക്കണമെന്നുള്ളപ്പോൾ ഒരു വിജയ് പടത്തിൽ പാട്ട് വേണമെന്നുള്ള രീതിയിൽ ഇങ്ങനെ അവിടെ പാട്ടങ്ങ് ചുമ്മാ ഇട്ട് കൊടുത്തോണ്ടിരിക്കും. തോന്നുമ്പോൾ പാട്ട് അങ്ങനെ അങ്ങ് ഇടും, അത്രേ ഉള്ളൂ. അല്ല വേറെ ഒന്നുമില്ല. എന്തൊക്കെയോ കാണിച്ചു വെച്ചിട്ടുണ്ട്. ക്ലൈമാക്സ് നമുക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. എന്തൊക്കെയോ കാണിച്ചു വെച്ചാണ്. ചേട്ടാ, ഒരു വിജയ് ഫാൻ എന്നുള്ള രീതിയിൽ നമുക്ക് കണ്ടിരിക്കാം. നല്ല മൂവിയാണ്. ഒരു കമേഴ്ഷ്യൽ മൂവിക്ക് വേണ്ട എല്ലാ എലമെൻസും അതിൻ്റെ അകത്തുണ്ട്. BGM വൈസും എല്ലാം കൊണ്ട് ഇറ്റ്സ് എ പക്ക വെങ്കട് പ്രഭു മൂവി. കാര്യം അത് മൈറ്റ് ബി ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും വെച്ച് നോക്കുമ്പം സെക്കൻഡ് ഹാഫ് മോശമാണ്. നമുക്ക് പ്രെഡിക്റ്റബിൾ ആണ്, ഇതിങ്ങനെ സംഭവിക്കുള്ളൂ. പല മൂവീസിൻ്റെയും ഒരു ഇതുണ്ടായിരുന്നു, മിക്സ് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുറേ സർപ്രൈസിങ് എലമെൻറ്റ്സ് ഇതിൻ്റെ അകത്തുണ്ട്. കുറേ ക്യാരക്ടേഴ്സ് നമുക്കറിയില്ല, ഇവരൊക്കെ വരും എന്നുള്ളത് നമുക്കറിയില്ല. അതൊക്കെ നമുക്ക് സർപ്രൈസിങ് ആണ്, എൻഗേജിങ് ആണ്, ബോറടിക്കത്തില്ല, കണ്ടിരിക്കാം. ബ്രോ, ഒരു ആവറേജ് ഫീലാണ്. നല്ലൊരു കോൺസെപ്റ്റും നല്ലൊരു സ്റ്റോറി ലൈനും ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നല്ല അച്ഛൻ്റെയും മകൻ്റെയും ഷെയ്ഡൊക്കെ നല്ല മികച്ചതായിട്ട് ഉണ്ടായിരുന്നു. ബട്ട് എന്താ പറയുക, കുറേ ആവശ്യമില്ലാത്ത ഫാൻസിനെ തൃപ്തിപ്പെടുത്താനുള്ള കുറേ സീൻസ് അത് വേണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ട് ഫിലിമിനെ അഫക്റ്റ് ചെയ്തു. റൺ ടൈം തന്നെ 3 മണിക്കൂറുണ്ട്. അത് കളയാൻ കുറേ വഴികളുണ്ട്. അത് അപ്പോൾ കളയുമ്പോൾ തന്നെ നല്ലൊരു ക്ലീൻ പടമാവും. സോ ഒരു ആവറേജ് ഫീലാകുന്നു എനിക്ക്.